ഞായറാഴ്ചയായിട്ട് രാവിലെ തന്നെ ചായയും കുടിച്ച് ഞങ്ങളിതാ പുറത്തിറങ്ങിയതാണ് കേട്ടോ. ഇന്ന് കുറച്ച് ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം ഇനിയിപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഒന്ന് ഒരു കോഫി കുടിക്കാമെന്ന് കരുതി അങ്ങനെ അതൊക്കെ ഓർഡർ ചെയ്ത് ഇവിടെ ഇരിക്കുകയാണേ. അപ്പോൾ കോഫി വന്ന് ഇവിടെ ഇങ്ങനെ ഈ കോഫിയിൽ അധികം മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ, തീരെ ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ എക്സ്ട്രാ ഷുഗർ വാങ്ങും. അത് ഇട്ടാൽ ഒരു 2 പാക്കറ്റ് ഇട്ടാൽ മാത്രമേ നമുക്കുള്ളൊരു മധുരമൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ അതൊക്കെ കുടിച്ച് പോകുന്ന വഴിക്ക് ഇവിടെ പോപ്കോണിൻ്റെ ഒരു ഇത് കണ്ടു കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ പല ഫ്ലേവേഴ്സിലുള്ളതുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയപ്പോൾ അതിലൊരു ചോക്ലേറ്റിൻ്റെ ഇത് കണ്ടു കേട്ടോ. അങ്ങനെ ചോക്ലേറ്റ് ഫ്ലേവർ ഉള്ളത് വാങ്ങി. അങ്ങനെ അതൊക്കെ വാങ്ങി ഇനിയിപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ടോ. ഇവിടെ അങ്ങനെ കുറേ ഐറ്റംസ് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ എന്നത്തേതും പോലെ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്, ഏതാ ഓർഡർ ചെയ്യാന്നുള്ളതൊരു കൺഫ്യൂഷൻ തന്നെയാണ്. ലാസ്റ്റ് എപ്പോഴും സ്ഥിരം വാങ്ങുന്ന ഐറ്റം തന്നെയാണ് ലാസ്റ്റ് വാങ്ങുക. കുറേയൊക്കെ നോക്കിയെങ്കിലും ലാസ്റ്റ് സ്ഥിരം വാങ്ങുന്ന ഐറ്റത്തിലേക്ക് തന്നെ പോവും. അങ്ങനെ ഇപ്പോൾ ലഞ്ചൊക്കെ സെലക്ട് ചെയ്തു. ഇനി അത് കഴിക്കുകയാണ്. ഇനി ഇതിന് ശേഷം ഞങ്ങൾക്കൊരു സൂപ്പർ മാർക്കറ്റിൽ പോകാനുണ്ട്. ഫുഡൊക്കെ ഇപ്പോൾ കഴിച്ചു. ഇനിയിപ്പം നെക്സ്റ്റ് പരിപാടി നേരിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. ഇവിടെ സാധാരണ മറ്റു സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് കാണുന്ന പോലെയല്ല, കുറച്ച് വ്യത്യസ്തമായ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പട്ടുപാവാടയും അതേപോലെ കുറേ കമ്മലുകളും വളകളും ഡിസൈനർ ബ്ലൗസുകളൊക്കെ ആയിട്ട് ഇതുവരെ ഇവിടെയൊന്നും കാണാത്ത പല ഐറ്റംസും അവിടെ കണ്ടു. പക്ഷേ ഞങ്ങൾക്ക് അല്ലാത്ത കുറച്ച് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആയിരുന്നു വാങ്ങാനുണ്ടായിരുന്നത്. അതൊക്കെ വാങ്ങി. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബിഗ് ആപ്പിൾ എന്ന് പറയുന്നൊരു ഷോപ്പ് കൂടെയുണ്ട്, ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഒക്കെ. അവിടെ നിന്നും കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങി ഇപ്പോൾ വീട്ടിലെത്തിയിട്ടോ. ഇതിപ്പോൾ അവിടെ നിന്ന് വാങ്ങിയ ഒരു പെർസിമൺ എന്ന് പറയുന്ന ഫ്രൂട്ടാണ്. ഇത് പലപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിലും ഒരു തക്കാളിൻ്റെ ഒക്കെ രൂപ ആയതുകൊണ്ട് ഉള്ളിലൊക്കെ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ വാങ്ങാൻ തോന്നിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അവിടെ കട്ട് ചെയ്തിട്ട് സാമ്പിൾ ഇങ്ങനെ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇത് വിചാരിച്ച പോലെയല്ല എന്ന് മനസ്സിലായത്. അങ്ങനെ വാങ്ങി. അപ്പം വാങ്ങിയപ്പം മുറിച്ച് നോക്കിയപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ല മധുരമാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. അത്രയൊക്കെയുള്ള വിശേഷം. താങ്ക്